നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. നാല് വയസ്സുകാരിക്ക് നാവിന് ശസ്ത്രക്രിയ നടത്തിയതിൽ ഡോക്ടറെ രക്ഷിക്കാൻ ശ്രമമെന്ന കുട്ടിയുടെ മാതാവ്. ശസ്ത്രക്രിയയ്ക്ക് ശേഷവും കുട്ടിയുടെ നാവിന് വേദനയുണ്ട്. കേസുമായി മുന്നോട്ടു പോകുമെന്നും മാതാവ് കേരള വിഷൻ ന്യൂസിനോട്. ഡോക്ടർക്കെതിരെ കൂടുതൽ നടപടി വേണ്ടെന്ന നിലപാടിൽ ആരോഗ്യവകുപ്പ്. ഗാർഹിക പീഡന കേസ് പ്രതി രാഹുലിന് രാജ്യം വിടാൻ പോലീസ് ഒത്താശ. ബംഗളൂരുവിൽ എത്താനുള്ള സുരക്ഷിത മാർഗം പറഞ്ഞുകൊടുത്തത് പന്തീരങ്കാവ് സ്റ്റേഷനിലെ പോലീസുകാരൻ. രാഹുലിനായി റെഡ് കോർണർ നോട്ടീസ് ഇറക്കാൻ നീക്കം. മാതാവും സഹോദരിയും മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. +1 സീറ്റ് പ്രതിസന്ധിയിൽ പ്രത്യക്ഷ സമരത്തിന് മുസ്ലിം ലീഗ്. 29-ന് കാസർഗോഡ് മുതൽ പാലക്കാട് വരെ കളക്ടറേറ്റ് മാർച്ച്. വിദ്യാഭ്യാസ മന്ത്രി വിളിച്ച യോഗത്തിൽ MSF പ്രതിഷേധം. സംസ്ഥാന സെക്രട്ടറി നൌഫൽ അറസ്റ്റിൽ. സംസ്ഥാനത്ത് നാളെയും മറ്റന്നാളും മഴ ശക്തമാകും. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ട്. ഇന്ന് 3 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടും 9 ജില്ലകൾക്ക് യെല്ലോ അലർട്ടും. തീര മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം. വായ്പയെടുക്കാനുള്ള സംസ്ഥാനത്തിന്റെ നീക്കം പ്രതിസന്ധിയിൽ. കേന്ദ്രാനുമതി വൈകുന്നത് സാമ്പത്തിക ഞെരുക്കം കൂട്ടുന്നു. പെൻഷൻ വിതരണം ഉൾപ്പെടെ അവതാളത്തിലാകും. IPL-ൽ ബംഗളൂരു ചെന്നൈ പോരാട്ടം. മത്സരം രാത്രി 7:30 ബംഗളൂരുവിൽ. പ്ലേ ഓഫ് ഉറപ്പിക്കാൻ ഇരു ടീമിനും ജയം അനിവാര്യം.